നഗരത്തിലെ സിൽവർ 113 എന്ന ഫ്ളാറ്റിൽ നിന്നും നവോമി സിംഗർ എന്ന പെൺകുട്ടി ഒരു അജ്ഞാതനാൽ കൊല്ലപ്പെടുന്നു. ഇതേ ഫ്ളാറ്റിലേക്ക് 30കാരിയും ഡിവോഴ്സിയുമായിട്ടുള്ള കേളിയും താമസിക്കാൻ വേണ്ടി വരികയാണ്. അവൾ ഒരു എഡിറ്റർ ആയിരുന്നു. ഒരു വീഡിയോ ഗെയിം ഡിസൈനറായ സീക്കയെ അവൾ സിൽവറിൽ വെച്ച് പരിചയപ്പെടുന്നു. പിന്നെ അതേ ഫ്ളാറ്റിൽ തന്നെ താമസിക്കുന്ന ഗസുമായിട്ടും അവൾ പരിചയപ്പെടുന്നു. മുമ്പ് അവിടെ താമസിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്ത നവോമി സിംഗറുമായിട്ട് കാർലിക്ക് നല്ല മുഖസാദൃശ്യമുണ്ടെന്ന് അയാൾ പറയുന്നു. ജാക്ക് എന്ന ഒരു ക്രൈം നോവലിസ്റ്റും അവളെ പരിചയപ്പെടുന്നുണ്ട്. വിഡ എന്ന ഒരു കോൾ ഗേൾ അവളുടെ അയൽവാസിയായിരുന്നു. പക്ഷേ ആ ഫ്ളാറ്റ് മൊത്തം അജ്ഞാതരായ ഒരാൾ CCTV ക്യാമറകൾ വെച്ച് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് അവിടെ താമസിക്കുന്ന ആർക്കും അറിയില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഇതിനിടയിൽ പ്രൊഫസർ ഗസ് മരണപ്പെടുന്നു. തന്റെ പുതിയ വീട്ടിൽ കാർലി ഒരു ഹൗസ് വാമിംഗ് പാർട്ടി വെക്കുന്നു. സീക്കയുമായിട്ട് അതിനിടയിൽ അവൾ കൂടുതലായിട്ട് അടുക്കുന്നു. അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. ജാക്കിനും അവളെ വളരെ ഇഷ്ടമായിരുന്നു. സീക്കോയുമായിട്ട് ഇതിനിടയിൽ കാർലി വീണ്ടും കൂടുതൽ അടുക്കുന്നു. ഈ ബന്ധത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ജാക്ക് കഴിയുന്നതും പലതും പറഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. കോൾഗേൾ ആയിട്ടുള്ള വിഡ കോണിപ്പടി ഇറങ്ങുന്ന സമയത്ത് അജ്ഞാതനായിട്ടുള്ള ഒരാളാൽ കൊല്ലപ്പെടുകയാണ്. ആ സമയം അവൾക്കരികിലുണ്ടായിരുന്ന ജാക്കിനെയായിരുന്നു കാർലിക്കും പോലീസിനും വിഡയുടെ കൊലപാതകത്തിൽ സംശയമുണ്ടായിരുന്നത്. ഒരിക്കൽ സീക്കയുടെ ഫ്ളാറ്റ് സന്ദർശിക്കുന്ന കേർലിയോട് ആ കെട്ടിടം മുഴുവൻ താൻ CCTV ക്യാമറകൾ വെച്ചിട്ടുണ്ടെന്നും ഈ കെട്ടിടത്തിന്റെ എല്ലാം ഉടമസ്ഥൻ താനാണെന്നും അയാൾ വെളിപ്പെടുത്തുകയാണ്. അത് തെറ്റാണെന്ന് സീക്കോയോട് കേർലി പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും നിർത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല. പിന്നീട് തന്നെ ആക്രമിക്കാൻ വേണ്ടി മുറിയിലെത്തുന്ന ജാക്കിനെ കാർലി അബദ്ധത്താൽ വെടിവെച്ച് കൊല്ലുന്നു. അന്ന് സീക്കോയുടെ മുറിയിലെത്തിയ കേർലി സീക്കോ ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന കൊലപാതക ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ടേപ്പ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അവനെ ഭക്ഷണം വാങ്ങാൻ എന്നുള്ള വ്യാജേന അവൾ പുറത്തേക്ക് അയക്കുകയാണ്. പക്ഷേ എന്തോ സംശയം തോന്നിയിട്ടുള്ള സീക്കോ ആ സമയം തന്നെ തിരിച്ചു വരികയാണ്. ആ ടാപ്പുകളിൽ നിന്നും കൊല്ലപ്പെട്ടവരെല്ലാം സീക്കോയുടെ മുൻ കാമുകിമാരായിരുന്നു എന്നുള്ള സത്യം കേളി മനസ്സിലാക്കുകയാണ്. ഒടുവിൽ അവിടെ എത്തിയ സീക്കോയെ അവൾ തോക്കു ചൂണ്ടി നിർത്തിയിട്ട് നവോമി സിംഗറുടെ കൊലപാതക ദൃശ്യങ്ങളുള്ള വീഡിയോ ടേപ്പ് പ്ലേ ചെയ്യുകയാണ്. അതിൽ നിന്നും ജാക്കായിരുന്നു ആ കൊലപാതകി എന്ന സത്യം അവൾ മനസ്സിലാക്കുകയാണ്. ശേഷം കലിപ്പ് തീർക്കാൻ വേണ്ടി അവിടെയുള്ള CCTVകളെല്ലാം അവൾ വെടിവെച്ച് പൊട്ടിച്ച് സീക്കോയോട് ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ പറഞ്ഞിട്ട് കേളി അവിടെ നിന്ന് പോകുന്നു.